പുതിയൊടിലേക്ക് സ്വാഗതം. ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും സി ഗ്രൂപ്പ് റിക്രൂട്ട്മെന്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഫോമും ഇന്നത്തെ എംപ്ലോയ്മെന്റ് ന്യൂസിൽ വന്നിരിക്കുകയാണ്. റിക്രൂട്ട്മെന്റിലേക്ക് 7-ാം തീയതി മുതൽ 7 ഓഗസ്റ്റ് മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നതാണ്. ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കുന്നത്. 200-ൽ അധികം വേക്കൻസികളുണ്ട്. സോ ഫ്രണ്ട്സ്, നമുക്ക് റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. റിക്രൂട്ട്മെന്റിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ 200-ൽ അധികം വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട് അതുപോലെ കർണാടകയിലൊക്കെ വേക്കൻസി വന്നിട്ടുണ്ട്, ധാരാളം വേക്കൻസികൾ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ എയർഫോഴ്സ് സ്റ്റേഷനും അതിന്റെ വേക്കൻസി നോക്കാം. ഒന്നാമതായി കൊടുത്തിരിക്കുന്നത് CO എയർഫോഴ്സ് സ്റ്റേഷൻ നാഗ്പൂരിലേക്കാണ്. കുക്ക് MDS തുടങ്ങിയ തസ്തികയിലേക്ക് വേക്കൻസി ഉണ്ട്. AOC എയർഫോഴ്സ് സ്റ്റേഷൻ കാൺപൂരിലേക്ക് ലോണ്ടറിമാൻ. CO ബേസ് റിപ്പയർ ഡീപ്പോട്ട് എയർഫോഴ്സ് കാൺപൂരിലേക്ക് തന്നെ. SK AC മെക്ക് കാർപ്പൻ്റർ MDS തുടങ്ങിയ തസ്തികയിലേക്ക് വേക്കൻസി ഉണ്ട്. AOC ബേസ് റിപ്പയർ ഡീപ്പോട്ട് സ്റ്റോർ കാർപ്പൻ്റർ പെയിന്റർ തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. എയർഫോഴ്സ് സ്റ്റേഷൻ കാൺപൂരിലേക്ക് ബേസ് റിപ്പയർ ഡീപ്പോട്ട് CO4ലേക്ക് കാർപ്പൻ്റർ ഫിറ്റർ തുടങ്ങിയ തസ്തികയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. അടുത്തത് എയർഫോഴ്സ് സ്റ്റേഷൻ കോയമ്പത്തൂർ തമിഴ്നാട്ടിലേക്ക് LDC കുക്ക് AC മെക്ക് കാർപ്പൻ്റർ MDS തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് എയർഫോഴ്സ് സ്റ്റേഷൻ ചെന്നൈയിലേക്ക് MDS എന്ന തസ്തികയിലേക്കാണ് വേക്കൻസി. അടുത്തത് എയർഫോഴ്സ് സ്റ്റേഷൻ പൂനെയിലേക്ക് MDS എന്ന തസ്തികയിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നാസിക്കിലേക്ക് ലോണ്ടറിമാൻ. അതുപോലെ ന്യൂഡൽഹിയിലേക്ക് കുക്ക് പെയിന്റർ തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി. അസം ഗുവാഹത്തിയിലേക്ക് സ്റ്റോർ കുക്ക് തുടങ്ങിയ തസ്തികയിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലേക്ക് ടൈലർ എന്ന തസ്തികയാണ്. ചെന്നൈയിലേക്ക് AOC ഡീപ്പോർട്ടിലേക്ക് എയർഫോഴ്സിന്റെ സ്റ്റോർ കീപ്പർ LDC മെസ് സ്റ്റാഫ് MDS തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. AOC അലഹബാദിലേക്ക് സ്റ്റോർ കീപ്പർ കാർപ്പൻ്റർ പെയിന്റർ MDS എന്ന തസ്തികയിലേക്കാണ് വേക്കൻസി. നാസിക്ക് മഹാരാഷ്ട്രയിലേക്ക് സ്റ്റോർ കീപ്പർ MDS എന്ന തസ്തികയിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തത് ഹെലികോപ്റ്റർ ഡിവിഷൻ ബാംഗ്ലൂരിലേക്ക് സ്റ്റോർ കീപ്പർ MDS എന്ന തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഹരിയാനയിലേക്ക് ട്രേഡ്സ്മാൻ മേറ്റ് MDS എന്ന തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത HQ ഈസ്റ്റേൺ എയർ കമാൻഡ് IAFലേക്ക് ആസാമിലേക്ക് സ്റ്റോർ കുക്ക് സഫായിവാൽ എന്ന തസ്തികയിലേക്കാണ് വേക്കൻസി. ALG എയർഫോഴ്സ് സ്റ്റേഷൻ ആസാമിലേക്ക് കുക്ക് എന്ന തസ്തികയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആസാമിലേക്ക് വീണ്ടും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് യൂണിറ്റ്സ് IAFന്റെ ഇൻഡിപെൻഡന്റ് യൂണിറ്റ്സിൽ മഹാരാഷ്ട്രയിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോ കമാൻഡിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. നമുക്ക് റിക്രൂട്ട്മെന്റിലേക്കുള്ള ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും എന്താണെന്ന് നോക്കാം. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിന്. ഇതിൽ 3 വർഷത്തിലവ് OBCക്കും 5 വർഷത്തിലവ് SC/ST കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. വനിതകൾക്കും ഈ റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. യോഗ്യത പറഞ്ഞിരിക്കുന്നത് സ്റ്റോർ ലെവൽ 4 പേ സ്കെയിലാണ്. ഗ്രാജുവേഷൻ പാസ്സാർക്ക് അപേക്ഷിക്കാം. ലോവർ ഡിവിഷൻ ക്ലർക്ക് ലെവൽ 2 പേ സ്കെയിൽ +2 പാസ്സാർക്ക് അപേക്ഷിക്കാം. സ്റ്റോർ കീപ്പർ ലെവൽ 2 പേ സ്കെയിൽ +2 പാസ്സാർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കുക്ക് 10ാം ക്ലാസ് പാസ്സാർക്ക് അപേക്ഷിക്കാം. പെയിന്റർ 10ാം ക്ലാസ് പാസും IT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. തസ്തികൾ എല്ലാം സ്ഥിര നിയമനമാണ്. അതുകൊണ്ട് തന്നെ അലവൻസുകളും ഈ പേ സ്കെയിൽ കൂടാതെ നമുക്ക് എയർഫോഴ്സിന്റെ അലവൻസുകളും ലഭിക്കുന്നതാണ്. അടുത്തത് കാർപ്പൻ്റർ ആണ്. ലെവൽ 2 പേ സ്കെയിലാണ്. 10ാം ക്ലാസ് ആണ് യോഗ്യത. IT സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ്. കോപ്പർ സ്മിത്ത് സ്റ്റീൽ മെറ്റൽ വർക്കർ ലെവൽ 2 പേ സ്കെയിൽ 10ാം ക്ലാസും IT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. AC മെക്ക് ലെവൽ 2 പേ സ്കെയിലാണ്. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാം. എഡ് സർവീസ് മെന്നും തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഫിറ്റർ ലെവൽ 2 പേ സ്കെയിലാണ്. 10ാം ക്ലാസും IT സർട്ടിഫിക്കറ്റുമാണ് ചോദിക്കുന്നത്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ലെവൽ 1 പേ സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. ലോണ്ടറിമാൻ ലെവൽ 1 പേ സ്കെയിലാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിലും ആ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മെസ് സ്റ്റാഫ് ലെവൽ 1 പേ സ്കെയിലാണ്. 10ാം ക്ലാസ് ആണ് യോഗ്യത. MDS 10ാം ക്ലാസ് ആണ് യോഗ്യത. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ലെവൽ 1 പേ സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. ടൈലർ 10ാം ക്ലാസും IT സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ലെവൽ 2 പേ സ്കെയിലാണ്. ട്രേഡ്സ്മാൻ മേറ്റ് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ലെവൽ 1 പേ സ്കെയിലാണ്. ഹിന്ദി ടൈപ്പിസ്റ്റ് +2 ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദിയോ ഇംഗ്ലീഷോ മതി. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ അറിയുന്നവർക്ക് അപേക്ഷിക്കാം. സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കുന്നില്ല, ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി. റിക്രൂട്ട്മെന്റിലേക്ക് ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല. കാരണം ഫിസിക്കലോ മെഡിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എക്സാമിനേഷൻ വഴിയാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. എക്സാമിനേഷൻ സെന്റേഴ്സ് കർണാടകയിൽ തന്നെ ബാംഗ്ലൂർ, തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ, ചെന്നൈ ഒക്കെ സെന്റേഴ്സ് ഉണ്ട്.
സോ ഫ്രണ്ട്സ്, അപേക്ഷ ചെയ്തിരിക്കുന്ന തീയതി പറഞ്ഞിരിക്കുന്നത് ഈ എംപ്ലോയ്മെന്റ് ന്യൂസിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഇന്നത്തെ എംപ്ലോയ്മെന്റ് ന്യൂസ് 7 എംപ്ലോയ്മെന്റ് ന്യൂസിലാണ് വരുന്നത്. നാളെ തൊട്ടാണ് അപേക്ഷ സ്റ്റാർട്ട് ആകുന്നത്. 7-ാം തീയതി മുതൽ നമുക്ക് 30 ദിവസം വരെ ഈ റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എന്ന് പറയുമ്പോൾ 5 സെപ്റ്റംബർ വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാം. റിക്രൂട്ട്മെന്റിന് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഫോം നോക്കാം. ആപ്ലിക്കേഷൻ ഫോം ഇതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നവർ എല്ലാവരും അപേക്ഷിക്കുക. റിക്രൂട്ട്മെന്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഫോമും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. എല്ലാവരും അയക്കുക. കാരണം നല്ലൊരു അവസരമാണ്. നല്ലൊരു എമൗണ്ട് സാലറി ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഡിഫൻസിലാണ്. സോ ഫ്രണ്ട്സ്, വീഡിയോ ഉപകാരപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻ ഇവിടെ ലഭിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. വന്ദേ മാതരം.